എല്ലാവരും കണ്ണൊക്കെ തുടക്കി, ആരും നോക്കണ്ട. എല്ലാവരും കരഞ്ഞിട്ടുണ്ട്, ആരും നോക്കണ്ട. കണ്ണൊക്കെ തുടച്ചിട്ട് എൻ്റെ മക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നിരന്തരം ഒരുപാട് ആളുകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഈ ഒരു വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള ഭാഗം നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ക്ലാസ് മുറിയിലെ കൂട്ടക്കരച്ചിൽ അത് തന്നെയാണ്. ഈ മക്കൾ കൂട്ടമായി കരയാൻ എന്താണ് കാരണമെന്നറിയണമെന്ന് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഒന്നും കട്ട് ചെയ്യാതെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ നന്മ മാത്രം ആഗ്രഹിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നേരിട്ട് കിട്ടുന്ന അനുഭവം വീഡിയോയിലൂടെ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാം. അനസ് ഷാഫി കാലടി, മെൻ്റലിസ്റ്റ്. ഉസ്താദിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഞാൻ ഇതിലൂടെ വെക്കുന്നുണ്ട്. ഉസ്താദിൻ്റെ അനുവാദം ഇല്ലെങ്കിലും ഈ ഒരു വീഡിയോയുടെ നന്മ മാത്രം ആഗ്രഹിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ആർക്കും ഇതിനെ കൊണ്ട് ഒരു ദ്രോഹവും വരില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ക്ലാസ് മുറിയിലെ ആ കൂട്ടക്കരച്ചിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, ആ ഒരു മായാലോകത്തേക്ക്. അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഒന്നും എഡിറ്റ് ചെയ്യാതെയും കട്ട് ചെയ്യാതെയുമാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ആസ്വദിക്കൂ. പറ്റുമെന്ന ആളുകൾ മാത്രം ഇതുവരെ നിങ്ങൾക്ക് ഈ ചിരിക്കാനും കളിക്കാനൊക്കെ ഞാൻ സമയം തന്നില്ലേ. ഇനി ഇവിടെ ഇരിക്കുന്ന ആളുകൾ, എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇരുന്നാൽ മതി. അല്ലാത്ത ആളുകൾ ഇരിക്കണ്ട, അല്ലാത്ത ആളുകൾക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും ഓക്കെ ആണോ? എന്നാൽ ഈ കണ്ണ് പൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തേ. ബ്രീത്തിങ്, ഹോൾഡ്, സ്ലോലി ബ്രീത്ത് ഔട്ട്. മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്യും. ബ്രീത്ത് ചെയ്തിട്ട് ഹോൾഡ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കണം കേട്ടാ. ബ്രീത്തിങ്, ഹോൾഡ്, സ്ലോലി ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി, ബ്രീത്തിങ്, ഹോൾഡ്, സ്ലോലി ബ്രീത്ത് ഔട്ട്. കണ്ണ് തുറക്കുക. എൻ്റെ മക്കളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. ഇന്ന് വരെ എൻ്റെ ഉമ്മയും ഉപ്പയും പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട് എന്ന ആളുകളൊന്ന് കൈബന്ധിക്കാം. എന്ന് വിശ്വാസമുള്ള ആളുകളൊന്ന് കൈബന്ധിക്കാം. ഇതുവരെ ഞാൻ എല്ലാം കേട്ടിട്ടുണ്ട് എന്ന് വിശ്വാസമുള്ള ആളുകൾ, ഉറപ്പുള്ള ആളുകൾ. ഉമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്, ഒരിക്കൽ പോലും ഉമ്മയും ഉപ്പയും പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ ആരൊക്കെ? ഒരാൾ മോണ്ട്. ധൈര്യമുള്ളൊരു കൈ പൊന്തിച്ചോണേ. എന്താണ്, ആർക്കും ധൈര്യം ഇല്ലേ? ധൈര്യം ഉണ്ട്. എന്താണ് ധൈര്യം കൈ പൊന്തിക്കാത്തത്? എന്താരും കൈ പൊന്തിക്കാഞ്ഞേ?